സ്കൂളിന് പിറകുവശത്തെ വലിയ മാലിന്യ കൂമ്പാരത്തിനരികിൽ എല്ലാ ദിവസവും ഒരു ചെറിയ കുട്ടിയെ കാണുമായിരുന്നു. കീറിപ്പറഞ്ഞ ഷർട്ടും പൊടി പിടിച്ച മുഖവും. പേരറിയില്ല. അവൻ സ്കൂളിൽ പഠിക്കുന്നുമില്ല. എല്ലാവരും അവനെ വിളിച്ചിരുന്നത് മാലിന്യം പറക്കുന്ന കുട്ടി. എന്നാൽ സ്കൂളിലെ കുട്ടികൾ ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിലേക്ക് ഓടിപ്പോകും. ആ കുട്ടിയാകട്ടെ മാലിന്യ കൂമ്പാരത്തിനരികിൽ നിന്ന് പ്ലാസ്റ്റിക്, ഇരുമ്പ്, പേപ്പർ എല്ലാം പറക്കി തുടങ്ങും. 1, 2, 3 7 കിലോ പ്ലാസ്റ്റിക്, ഇരുമ്പ് 4 കിലോ. അവൻ്റെ എണ്ണം ഒരിക്കലും തെറ്റിയിരുന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും അവൻ അവിടെ വന്ന് പ്ലാസ്റ്റിക് പറക്കുമായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ കണക്ക് മാഷ് ക്ലാസ്സിൽ കഠിനമായ ഒരു കണക്കിൻ്റെ ചോദ്യം എഴുതി ബോർഡിൽ. ഈ കണക്ക് ആര് ചെയ്യുമെന്ന് മാഷ് കുട്ടികളോട് ചോദിച്ചു. ക്ലാസ് മുഴുവൻ ഒരു നിമിഷം നിശബ്ദം. മാഷ് തന്നെ അല്പം സംശയിച്ചു. ഇത് പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? അതേസമയം ക്ലാസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മാഷ് കണ്ടത് അതേ മാലിന്യം പറക്കുന്ന കുട്ടിയെയായിരുന്നു. അവൻ നിലത്തിരുന്ന് ഒരു പഴയ കാർഡ്ബോർഡിൽ എന്തോ എഴുതുകയാണ്. കൗതുകം തോന്നിയ മാഷ് പുറത്തേക്കിറങ്ങി. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീ എന്താണ് അതിലെഴുതുന്നതെന്ന് മാഷ് ആ കുട്ടിയോട് ചോദിച്ചു. കുട്ടി മാഷിനെ കണ്ട ഉടനെ തന്നെ പേടിച്ച് തലകുനിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, മാഷേ, അകത്ത് ബോർഡിൽ മാഷ് എഴുതിയ കണക്ക് ഞാനൊന്ന് ചെയ്തു നോക്കി. കുട്ടി മാഷിൻ്റെ മുൻപിലേക്ക് കണക്കെഴുതിയത് നീട്ടിക്കൊടുത്തു. മാഷ് ഒരു നിമിഷം കാർഡ്ബോർഡിൽ എഴുതിയത് കണ്ട് ഞെട്ടി. അതേ കണക്ക്, പക്ഷേ ഉത്തരം മാത്രമല്ല, വഴിയും വിശദീകരണവും മാഷ് പഠിപ്പിക്കാത്ത രീതിയിൽ. ഇത് കണ്ട ഉടനെ തന്നെ മാഷിൻ്റെ കണ്ണു നിറഞ്ഞു. അവനെ മാഷ് ചേർത്ത് പിടിച്ചു. അടുത്ത ദിവസം തന്നെ സ്കൂൾ അസംബ്ലിയിൽ മാഷ് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. ആ കുട്ടിയും മാഷിൻ്റെ അരികിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രതിഭയെ പരിചയപ്പെടുത്താം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കി. അതേ പ്ലാസ്റ്റിക്കും മറ്റും പറക്കുന്ന കുട്ടി. മാഷ് കൂട്ടിച്ചേർത്തു. കണക്ക് പുസ്തകത്തിലല്ല, ജീവിതത്തിൽ നിന്നാണ് ഈ കുട്ടി കണക്ക് പഠിച്ചത്. വിശപ്പിൽ നിന്നും മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നുമാണ് അവൻ്റെ ബുദ്ധി വളർന്നത്. കുട്ടികളെല്ലാം ഒരു നിമിഷം കൈയടിച്ചു. എന്നാൽ ആ കുട്ടിയാകട്ടെ പൊട്ടിക്കരഞ്ഞു. മാഷ് കുട്ടിയുടെ കയ്യിൽ മൈക്ക് കൊടുത്തു. മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അവൻ്റെ കൈ അല്പം വിറച്ചു. സ്കൂൾ മുഴുവൻ നിശബ്ദം. അവൻ പതുക്കെ പറഞ്ഞു, എൻ്റെ പേര് ആരും ചോദിച്ചിട്ടില്ല. എന്നാലും ഇന്ന് ഞാൻ പറയാം. കുറച്ചു നേരം നിശബ്ദമായി. ഞാൻ അരുൺ. സ്കൂളിൽ പഠിച്ചിട്ടില്ല. അമ്മ എന്നെ ചെറുപ്പത്തിലെ തന്നെ വിട്ടുപോയി. അച്ഛനുമില്ല. വിശപ്പാണ് എൻ്റെ ടീച്ചർ. എന്നാൽ ആ കുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചുറ്റുമുള്ള കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പിന്നെയും തുടർന്നു. എനിക്ക് കണക്ക് പഠിപ്പിച്ചത് പുസ്തകമല്ല, മാലിന്യ കൂമ്പാരമാണ്. അസംബ്ലിയിൽ ഒരു ശബ്ദവുമില്ലാതെ മൊത്തം നിശബ്ദമായി. കുട്ടി പിന്നെയും തുടർന്നു. ഒരു ദിവസം 1/2 കിലോ പ്ലാസ്റ്റിക് കൊടുത്താൽ 2 രൂപ കിട്ടും. പക്ഷേ കടക്കാരൻ ചിലപ്പോൾ പറ്റിക്കും. അവൻ ചെറുചിരിയോടെ പറഞ്ഞു. അന്നു മുതൽ ഞാൻ എണ്ണിത്തുടങ്ങി. ഒരു ബോട്ടിൽ എത്ര ഗ്രാം, 10 ബോട്ടിൽ എത്ര. തെറ്റിയാൽ അന്ന് അത്താഴമില്ല. കണക്ക് തെറ്റിയാൽ വിശപ്പാണ് ഉത്തരമാകുന്നത്. അതുകൊണ്ട് എൻ്റെ കണക്ക് ഒരിക്കലും തെറ്റാൻ പാടുകയില്ല. കുട്ടികളെല്ലാം നിശബ്ദമായി. മാഷ് എന്നും ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഈ ജനലയുടെ അരികിൽ വന്ന് പ്ലാസ്റ്റിക് പറക്കുവാറുണ്ട്. കണക്ക് എനിക്ക് ഏറെ ഇഷ്ടമാണ്. ഞാൻ എന്നും മാഷിൻ്റെ ക്ലാസ് ശ്രദ്ധിക്കും. എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ കണക്ക് പതുക്കെ പഠിച്ചു തുടങ്ങിയതാണ്. പതിയെ എനിക്ക് കണക്കിനോട് വളരെ ഇഷ്ടമായി തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും അവിടെ പ്ലാസ്റ്റിക് പറക്കുന്ന സമയത്ത് മാഷ് ക്ലാസ്സിലെടുക്കുന്ന മാത്സ് ശ്രദ്ധിക്കുമായിരുന്നു. കയ്യിൽ പ്ലാസ്റ്റിക്കും ഇരുമ്പും ഉണ്ടെങ്കിലും എൻ്റെ കണ്ണ് ക്ലാസ് മുറിയിലായിരിക്കും. പിന്നീട് മാത്സ് പഠിപ്പിക്കുന്ന സാർ ഏത് ക്ലാസ്സിലാണോ അവിടെ ഞാൻ മനസ്സിലാക്കി. അന്നു മുതൽ ആ ക്ലാസ്സിൻ്റെ ജനലരികിൽ ഞാൻ വന്നു നിൽക്കും. മാലിന്യം പറക്കുന്നത് പോലെ അഭിനയിക്കും. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ ബോർഡിലെ കണക്കിലായിരിക്കും. സാർ എഴുതുന്ന ഓരോ സംഖ്യയും എൻ്റെ ഉള്ളിൽ വീഴും. ബോർഡിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക്. വീട്ടിൽ പുസ്തകമില്ല.
നോട്ട്ബുക്ക് ഇല്ല, പേനയില്ല. എന്നാലും ആ കണക്കുകൾ എൻ്റെ തലയ്ക്കുള്ളിൽ വീണ്ടും വീണ്ടും ഞാൻ എഴുതും. മാലിന്യം എണ്ണുന്നത് പോലെ സംഖ്യകളും ഞാൻ എണ്ണി. അന്നെനിക്ക് മനസ്സിലായി, കണക്ക് പഠിക്കാൻ ക്ലാസ് മുറി വേണമെന്നില്ല, വിശപ്പുള്ള മനസ്സ് മാത്രം മതി. ഞാനിപ്പോൾ ഇഷ്ടത്തോടു കൂടിയാണ് ആ കണക്കുകളെല്ലാം പഠിച്ചെടുത്തത്. മാഷ് അന്ന് ബോർഡിൽ എഴുതിയപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ വേഗം തന്നെ കാർഡ്ബോർഡിൽ അതിൻ്റെ ഉത്തരം എഴുതിയത്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ആ കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു മാഷ് മൈക്കിൽ തന്നെ പറഞ്ഞു. സ്കൂളിലെ പ്രഭാത അസംബ്ലിയിൽ മുഴുവൻ കുട്ടികളും വരിയിൽ നിൽക്കുന്നു. ടീച്ചർമാർ സ്റ്റേജിൽ. അവൻ പിറകുവശത്ത് മാലിന്യം പറക്കുന്ന കുട്ടിയായി നിശബ്ദമായി നിൽക്കുന്നു. അപ്പോൾ അവിടെ തന്നെ കൂടിയിരുന്ന ഒരു മാഷ് മൈക്ക് കയ്യിലെടുത്തു. ആ മാഷിൻ്റെ ശബ്ദത്തിൽ അല്പം വെല്ലുവിളിയുണ്ടായിരുന്നു. മാഷ് മൈക്കിലൂടെ പറഞ്ഞു, ഇവിടെ എല്ലാവരുടെ മുൻപിൽ ഒരാൾ കണക്കിൽ വലിയ പ്രതിഭയാണെന്ന് പറയപ്പെടുന്നു. മാഷിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ കുട്ടികൾ തമ്മിൽ നോക്കി. മാഷ് തുടർന്നു, അവൻ ഇത്ര വലിയ ആളാണെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഈ കണക്കൊന്ന് അസംബ്ലിയിൽ തന്നെ ചെയ്തു കാണിക്കട്ടെ. ബോർഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ഒരു വലിയ കണക്ക് എല്ലാവരും കാണുന്ന വിധം ആ മാഷ് എഴുതി. മുഴുവൻ ഗ്രൗണ്ടും നിശബ്ദം. അവനെ സ്റ്റേജിലേക്ക് വിളിച്ചു. ആ കുട്ടി ചെരുപ്പില്ലാതെ പതുക്കെ നടന്നു വന്നു. ചോക്ക് കയ്യിൽ പിടിച്ചപ്പോൾ അവൻ്റെ കൈ അല്പം വിറച്ചു. അവൻ ബോർഡിലേക്ക് നോക്കി കണ്ണടച്ചു. ഒന്ന് ശ്വാസമെടുത്തു. പിന്നെ പറഞ്ഞു, മാഷേ, ഈ കണക്ക് ബുദ്ധിമുട്ടല്ല, ഭയമാണ് ബുദ്ധിമുട്ടാക്കുന്നത്. ഒരു വരി, 2 വരി കണക്ക് വ്യത്യസ്തമായ വഴിയിൽ ഒഴുകി. കുട്ടികൾ ശ്വാസം പിടിച്ച് അത് കണ്ടു നിന്നു. അവസാനം ചെറിയൊരു അടയാളം ഇട്ടു പറഞ്ഞു, ഇതാണ് ഉത്തരം. അസംബ്ലി മൊത്തം നിശബ്ദത. ആ മാഷ് മുന്നോട്ട് വന്നു. വീണ്ടും നോക്കി, വീണ്ടും നോക്കി. പിന്നെ മൈക്കെടുത്തു. ഇന്ന് അസംബ്ലിയിൽ ഞാനൊരു കാര്യം സമ്മതിക്കുന്നു. ഈ കുട്ടി എന്നേക്കാളും വലുതാണ് കണക്കിൽ. മുഴുവൻ ഗ്രൗണ്ടും കയ്യടിയിൽ മുങ്ങി. ആ കുട്ടിയാകട്ടെ കണ്ണുനീർ തുടച്ചു. ആ അസംബ്ലി ഒരു പ്രഖ്യാപനമായി മാറി. ഇപ്പോൾ ഗ്രൗണ്ടിൽ കയ്യടി, മനസ്സുകളിൽ പോലും നിശബ്ദമായിരുന്നില്ല. അന്നേ ദിവസം പ്രിൻസിപ്പൽ സാർ അവനെ ഓഫീസിലേക്ക് വിളിച്ചു. വലിയ മേശ, ചുമരുകളിൽ സർട്ടിഫിക്കറ്റുകൾ. അവൻ തലകുനിച്ചു നിന്നു. പ്രിൻസിപ്പൽ മാഡം ചോദിച്ചു, സ്കൂളിൽ പഠിക്കണമെന്നുണ്ടോ? അവൻ ഒന്നും പറഞ്ഞില്ല, കണ്ണുനീർ മാത്രം. അതുതന്നെയായിരുന്നു ഉത്തരം. പ്രിൻസിപ്പൽ മാഡം പതുക്കെ പറഞ്ഞു, ഇന്നു മുതൽ നീ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഫീസ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. പുസ്തകം, പേന, യൂണിഫോം എല്ലാം. അവൻ ഒരു നിമിഷം വിശ്വസിക്കാൻ പറ്റാതെ ഒന്ന് പ്രിൻസിപ്പൽ മാഡത്തിനെ നോക്കി. കണ്ണുനീർ കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടുത്ത ദിവസം രാവിലെ സ്കൂൾ ഗേറ്റ് തുറക്കുമ്പോൾ ആ പുതിയ കുട്ടി അകത്തു വന്നു. വൃത്തിയുള്ള സ്കൂൾ യൂണിഫോം, ചെരുപ്പുകൾ, ചുമലിൽ ചെറിയൊരു ബാഗ്. പക്ഷേ കണ്ണിൽ അതിയെ പഴയ വിശപ്പ്, പഠിക്കുവാനുള്ള വിശപ്പ്. ആ കുട്ടി ഇന്ന് മാലിന്യം പറക്കുകയല്ല. അവൻ ബോർഡിലേക്ക് നോക്കുന്നു. ക്ലാസ് മുറിയിൽ അവൻ്റെ അവസാന ബെഞ്ചിലിരുന്ന് ബോർഡിൽ കണക്കെഴുതുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തെളിഞ്ഞു. ഇന്നു മുതൽ അവൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് ഇല്ല, മാലിന്യമില്ല. പകരം പേനയും പുസ്തകങ്ങളുമാണ്. അറിവിൻ്റെ പാഠമാണ്. അങ്ങനെ അവൻ പഠിച്ചു തുടങ്ങി. ആദ്യ ദിവസങ്ങൾ പുസ്തകം തുറക്കുമ്പോൾ കൈ അല്പം വിറയ്ക്കും. അക്ഷരം കൂട്ടുകാരല്ലായിരുന്നു, എണ്ണങ്ങൾ മാത്രം പഴയ സുഹൃത്തുക്കൾ. മാഷ് ചോദിക്കും, മനസ്സിലായോ? അവൻ തലകുനിച്ചു. പിന്നെ പതുക്കെ ചിരിക്കും. രാത്രികളിൽ ചെറിയ മുറിയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൻ കണക്കുകൾ എഴുതും. മാലിന്യം, പ്ലാസ്റ്റിക്കും എണ്ണിയ അതേ ശ്രദ്ധയോടെ. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ക്ലാസ്സിൽ കണക്കിൻ്റെ ഉത്തരങ്ങൾ ആദ്യം പറയുന്നത് ആ കുട്ടിയായിരിക്കും. ഇപ്പോൾ മാഷ് അവനോട് പറയും, നീ പറഞ്ഞ വഴി പറയൂ. അവൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും കേൾക്കും. ഒരിക്കൽ അവൻ തന്നെ പറഞ്ഞു, മുൻപ് വിശപ്പായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്, ഇപ്പോൾ സ്വപ്നമാണ് എന്നെ പഠിപ്പിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ പ്ലാസ്റ്റിക്കും മറ്റും പറക്കുന്ന ഒരു കുട്ടിയല്ല, ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയായി മാറിയിരിക്കുന്നു. ഒരു നാൾ ഒരു വലിയ കണക്കുകാരൻ ആകുവാനുള്ള വഴിയിലാണ്. യൂണിഫോം ഇല്ലാതെയും അവൻ പഠിച്ചു. അവസരം കിട്ടിയപ്പോൾ ആ കുട്ടി പറഞ്ഞു, ക്ലാസ് മുറിക്ക് പുറത്തും പ്രതിഭകളുണ്ട്. അവരെ തടയുന്നത് അറിവില്ലായ്മയല്ല, അവസരമില്ലായ്മയാണ്. ഒരു കുട്ടിക്ക് ഒരവസരം കൊടുത്താൽ അത് ഒരു ജീവിതം രക്ഷിക്കും. ഇന്ന് ആ കുട്ടി പഠിക്കുന്നു.
നാളെ ആ കുട്ടി പഠിപ്പിക്കും. മാലിന്യം കൊടുക്കുന്ന കൈകളിൽ പേന കൊടുത്താൽ ഭാവി എഴുതപ്പെടും.